ഒരു സിനിമയിൽ 15 രംഗങ്ങളിൽ കത്രിക വയ്ക്കാൻ സെൻസർ ബോർഡ് തയ്യാറെടുക്കുകയാണ്. ജാനകി മുതൽ മലയാള സിനിമയെ വേട്ടയാടാൻ തുടങ്ങുന്ന സെൻസർ ബോർഡ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേൽ ഇത്രമേൽ കടന്നു കയറേണ്ട ഒരു കാര്യമുണ്ടോ? അതിനു മാത്രം ഇതിലൊക്കെ എന്താണ്? ജാനകിയുടെ കാര്യം നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്. പക്ഷെ ഇപ്പോൾ സെൻസർ ബോർഡ് എടുത്തിരിക്കുന്ന ടാർഗറ്റ് ഹാലാണ്. പക്ഷെ ഹാലിൽ അത്ര ഹലാൽ ഉണ്ടോ? ഷെയ്ൻ നിഗം നായകനായി എത്തുന്ന ഹാൽ സിനിമയിലെ ധ്വജ പ്രണാം, സംഘം കാവലുണ്ട് തുടങ്ങിയ ഡയലോഗുകൾ ഒഴിവാക്കണമെന്നാണ് സെൻസർ ബോർഡിന്റെ നിർദ്ദേശം. മാത്രമല്ല, ബീഫ് ബിരിയാണി കഴിക്കുന്ന രംഗം ഒഴിവാക്കണമെന്നും പറയുന്നുണ്ട്. 19 കട്ടുകളാണ് സെൻസർ ബോർഡ് ഇതിന് നിർദ്ദേശിച്ചിരിക്കുന്നത്. ബീഫ് കഴിക്കുന്നവർ ഒരുപാടുള്ളൊരു നാട്ടിൽ ബീഫ് ബിരിയാണി ഒരു കുറ്റമാണോ? പറതയിട്ട് റാപ്സോ, സംഘം കാവലുണ്ട്. നടുക്കുന്ന യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുമ്പോൾ മുട്ടുവിറയ്ക്കുന്നവർക്ക് കത്രിക വയ്ക്കാൻ തോന്നും. അത് പക്ഷേ സമൂഹം അറിയേണ്ട സത്യങ്ങളെ തുറന്നു പറയുന്ന സിനിമകൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു തലമുറയുള്ള കേരളത്തിൽ ഇപ്പോഴും ചെലവാക്കാൻ വെറുതെ നോക്കണോ? ഇനി എല്ലാം കട്ട് ചെയ്താലും A സർട്ടിഫിക്കറ്റ് നൽകാൻ പടത്തിനത്രേ. എന്താലേ? സെൻസർ ബോർഡിന് കാര്യമായി എന്തോ പറ്റിയിട്ടുണ്ട്. ജാനകി തോറ്റതുപോലെ ഹാൽ തോൽക്കില്ലെന്ന് ഉറപ്പിച്ച് പറയുകയാണ് അണിയറക്കാർ. വളരെ പ്രസക്തിയുള്ള ഒരു സാമൂഹിക വിഷയമാണ്. ആനുകാലിക രാഷ്ട്രീയത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു പ്ലോട്ടിലാണ് സിനിമ. സിനിമകളെ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയാൻ അനുവദിക്കണ്ടേ അധികാരികളെ? ഷൂട്ട് തീർന്നതിന് ശേഷമാകും പക്ഷേ കോടികൾ മുടക്കിയെടുത്ത ഒരു ചിത്രത്തിന് മേൽ കട്ടിങ്ങും ഷേവിങ്ങും നടത്താൻ നിർമ്മാതാക്കൾ നിർബന്ധിതമാവുന്നത് എന്നത് വളരെ സങ്കടകരമാണ്. ഇത്രമേൽ വികസിച്ച ഈ കാലത്ത്, കാലദേശഭേദമന്യേ കണ്ടന്റുകൾ ഇങ്ങനെ കുത്തിയൊഴുകുന്ന കാലത്ത് എന്തിനാണ് ഈ ദാക്ഷിണ്യമില്ലാത്ത സെൻസറിങ്ങിന്റെ പ്രസക്തി എന്നത് ആർക്കും മനസ്സിലാവുന്നില്ല. വിമർശനങ്ങളോ കടുത്ത വിമർശനങ്ങളോ ഇനി അതിരറ്റ വിമർശനങ്ങളോ ഒന്നും ഈ രാജ്യത്തിന്റെ സംസ്കാരത്തെയോ ഭദ്രതയോ ബാധിക്കാൻ പോകുന്നില്ല എന്നതല്ലേ യഥാർത്ഥ യാഥാർത്ഥ്യം. സെൻസർ ബോർഡ്, നിങ്ങൾ മറന്നെങ്കിൽ മലയാളം നിങ്ങളെ പഴയതെല്ലാം ഓർമ്മിപ്പിക്കാം. നിങ്ങളുടെ ഉറക്കം കെടുത്തി നിങ്ങളെ തോൽപ്പിച്ച ലേലം, പത്രം, അങ്ങനെ മലയാള സിനിമ ആളിക്കത്തിച്ച സിനിമകളുണ്ട്. അങ്ങ് നിങ്ങളുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് സമരം ചെയ്ത ഒരു കൂട്ടം സിനിമാക്കാരുണ്ട്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട ലാലേട്ടനും മമ്മൂക്കയും സമരം ചെയ്ത ഒരു കഥയുണ്ട്. അതിൽ അങ്ങ് അരമനയിലും പത്ര ഓഫീസിലും നിങ്ങൾ കട്ട് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആക്ഷൻ കൊടുത്ത പടം ഇറക്കി. ചില പടങ്ങൾ നിങ്ങൾക്ക് പെട്ടിയിൽ വെക്കാൻ സാധിച്ചേക്കും. പക്ഷേ വെളിച്ചം കാണാൻ ആഗ്രഹിച്ചവ അതിന്റെ സ്വത്വത്തോടെ വെളിച്ചം കാണുക തന്നെ ചെയ്യും. അതുവരെ അത് പെട്ടിയിൽ തുടരുന്നത് ഞങ്ങൾക്ക് അഭിമാനമാണ്. ഹാൽ ഹലാൽ അല്ലെന്ന പോരാട്ടം തുടരുകയാണ്.